അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ അരിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, ഈ അഖിൽ മാരാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്താ പറയുക? ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ പോലും രാഷ്ട്രീയം മുതലെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചങ്ങായി നിനക്കൊക്കെ തലക്ക് അന്തണ്ടാവും, ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? അങ്ങനെ വേണമെങ്കിൽ ചോദിക്കുക. ഉളുപ്പൊക്കെ 50 കോടി രൂപ ഏഷ്യനെറ്റിൽ നിന്ന് വാങ്ങി നല്ല നക്കിയിട്ട് എന്നിട്ട് ഏഷ്യനെറ്റുകാരെ കുറ്റം പറയുക. ഞാൻ മരിക്കാൻ പോകുന്നതിനേക്കാളും ഭേദമാണ് നമ്മുടെ ഈ ബിഗ് ബോസിൽ പോകേണ്ടത് എന്ന്. നാണമുണ്ടോ നിനക്ക്? മരിക്കാൻ പോകുന്നതിനേക്കാളും ഭേദം ഞാൻ ബിഗ് ബോസ്, അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പോയതാണെന്ന് 50 കോടി രൂപ വാങ്ങി നല്ല നക്കിയിട്ട് ഏഷ്യനെറ്റുകാരെ കുറ്റം പറയുകയാണ്. ഇതുപോലുള്ള ഉളുപ്പില്ലാത്തവൻ ഇവൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഞാൻ 3 വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു. ഞാനല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ 3 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ പോസ്റ്റ് എടുത്തുകൊണ്ട് അഖിൽ മാരാർ 3 വീട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് അത് വലിയ രീതിയിൽ പബ്ലിസിറ്റി ചെയ്തിട്ട് എല്ലാ പേജിൽ ഇളക്കുക. ഓലക്കനെ മൂട് വെച്ച് കൊടുക്കുക, 3 വീട് വെച്ച് കൊടുക്കുന്നത്. അവൻ വീണ്ടും എഴുതിക്കണം എന്താ പറയുക, ഇത് വൈറലായപ്പോൾ ഇനി വീട് വെച്ച് കൊടുക്കാതെ വേറെ രക്ഷയില്ലാതെ പറഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാർ ഒരുത്തൻ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വീട് വെക്കാമെന്ന്. നാണമുണ്ടോ? ഇവൻ എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട വയനാട്ടുകാർക്ക് കിട്ടുന്ന സഹായം തടയണം. ഇത് വളരെ കൃത്യമായിട്ട് കേരള സർക്കാരിലേക്ക് പൈസ അയക്കുന്ന ആൾക്കാരുടെ മൊത്തം കാര്യങ്ങളെല്ലാം അവിടെ പക്ക ക്ലിയറാണ്. കാരണം ഇതിങ്ങനെ അഴിമതി വലുത് ഉണ്ടാകുമെന്നിട്ട് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അവരിതിൽ വളരെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന ഓരോ രൂപയും വളരെ കൃത്യമായിട്ട് കേരള സർക്കാരിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവരിൽ തന്നെ എത്തും. അതിൽ ഒരു മാറ്റമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ചെറ്റകൾ പറയുന്നത് കണ്ട് നിങ്ങൾ വീഴരുത്. ഈ മാക്സിമം ഇവർ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ, കേരള സർക്കാരിലേക്ക് പൈസ വരാതിരിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ അഖിൽ മാരാർ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകെ കളിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഇത്രയും റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പിതാവിനെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന അവർക്ക് ആകെ ആശ്വാസം നിങ്ങൾ എന്തെങ്കിലും, അതൊരു 10 രൂപ ആണെങ്കിൽ 10 രൂപ അത് കൊടുത്ത് വിടുക. കൊടുക്കണമെന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് മുടക്കുന്ന രീതിയിൽ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത്. ഈ അഖിൽ മാരാർ പോലെ ഞാൻ 3 വീട് വെച്ചോ നേരിട്ട് കൊടുക്കാൻ പോകുന്നത്. നാണമുണ്ടടാ? കാക്ക മലന്ന് പറക്കുന്നു ഈ 3 വീട് ഇട്ട് കൊടുത്താൽ. ഒരു പണിയും തരവില്ല. സത്യം പറഞ്ഞാൽ ഇവൻ എന്താ പണി? ഇവൻ സോഷ്യൽ മീഡിയ വന്നിട്ട് നല്ല എന്താ പറയുക വൈറലാവുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. അതാണ് സംഭവം. വേറെ ഒരു തൊഴിലുമില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വല്ല ഓപ്പനിങ്ങിനോ എന്തിനെങ്കിലൊക്കെ വിളിച്ച് ഇതാണ് അവസ്ഥ. അല്ലാതെ ഇവൻ്റെ പണി എന്താ? 50 കോടി രൂപ വാങ്ങിയത് ഫുഡടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറെ ഒരു പണിയുമില്ല. പ്രിയ സുഹൃത്തുക്കളെ, പിന്നെ ചൂട്ടുവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ഇത്ര പറയാൻ പറ്റുള്ളൂ. ദയവ് ചെയ്തിട്ട് ആ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ കൊടുക്കുക. അത് ഗവൺമെൻറ് വഴിക്ക് തന്നെ കൊടുക്കുക. വേറെ ആരുടെ കയ്യിൽ കൊടുത്താലും അത് മുക്ക് തന്നെ ചെയ്യും. ഗവൺമെൻറ് ആണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അവരത് ചെയ്യും, വേണ്ട കാര്യം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ പൈസ അല്ല. ഇനി നിങ്ങളെല്ലാം എന്തെങ്കിലും കൊടുത്താലേ ഉള്ളൂ, അത് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അല്ല ഗവൺമെൻറ് അവിടെ നിന്ന് കിട്ടുന്നത് അത് ഈ ചൂടിൽ ആളുകളിലേക്ക് എത്തുമ്പോൾ അത് പൈസ ആരെങ്കിലുമൊക്കെ കൊടുത്താലേ ഉള്ളൂ. അതുപോലും ബ്ലോക്ക് ചെയ്താൽ ഇത് കഴിഞ്ഞ് ഞാൻ ആരാ കൊടുക്കുന്നതിൻ്റെ പുറകെ കാര്യം നടക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, ഈ അഖിൽ മാരാറിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയരുത്. നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ സഹായിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.